ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ സുഭാഷിതം ക്ലാസ് തന്നെ എടുക്കാൻ കാരണം സ്കൂൾ അടച്ചിരിക്കുകയാണല്ലോ, അപ്പം ലെസൺസ് ഒന്നും എടുക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ടാണ്. നോക്കാം നമുക്ക്. മൂലം ഭുജംഗൈഃ ശിഖരം പ്ലവംഗൈഃ ശാഖാവിഹംഗൈഃ കുസുമാനി ഭൃംഗൈഃ ആസേവ്യതേ ദുഷ്ടജനൈഃ സമസ്തൈഃ ന ചന്ദനം മുഞ്ചതി ശീതളത്വം. മൂലം ഭുജംഗൈഃ ശിഖരം പ്ലവംഗൈഃ ശാഖാ വിഹംഗൈഃ കുസുമാനി ഭൃംഗൈഃ ആസേവ്യതേ ദുഷ്ടജനൈഃ സമസ്തൈഃ ന ചന്ദനം മുഞ്ചതി ശീതളത്വം. ഇവിടെ ആദ്യം പറഞ്ഞു, ഇവിടെ ഒരു ചന്ദനമരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ചന്ദനമരം എങ്ങനെയാണ്? അതിൻ്റെ എപ്പോഴും ചന്ദനമരത്തിൻ്റെ ശീതളത്വമുള്ളതാണ് അല്ലേ? ഇതെപ്പോഴും തണുപ്പായിരിക്കും. ചന്ദനമരത്തിൻ്റെ അടിച്ചു നിന്ന് നല്ല തണുപ്പായിരിക്കും. അതാണ് ചന്ദനമരത്തിൻ്റെ പ്രത്യേകത. അത് നല്ല കാര്യമല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ മൂലം ഭുജംഗൈഃ, ചന്ദനമരത്തിൻ്റെ മൂലം എന്ന് പറഞ്ഞാൽ അടിഭാഗം, വേരുള്ള ഭാഗം. ചന്ദനമരത്തിൻ്റെ മൂലം ഭുജംഗങ്ങളാൽ. ഭുജംഗം എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ്. ഭുജംഗ എന്ന് പറഞ്ഞാൽ പാമ്പ്. അതിൻ്റെ തൃതീയ ബഹുവചനമാണ്. ഭുജംഗേന ഭുജംഗാഭ്യാം ഭുജംഗൈഃ, ഭുജംഗങ്ങളാൽ, പാമ്പുകളാൽ. ശിഖരം പ്ലവംഗൈഃ, ആ ചന്ദനമരത്തിൻ്റെ ശിഖരം ഏറ്റവും മുകളിലുള്ളത്, മരത്തിൻ്റെ ഏറ്റവും മുകളിൽ എന്താണ്? പ്ലവംഗൈഃ. പ്ലവംഗ എന്ന് പറഞ്ഞാൽ കുരങ്ങ്. പ്ലവംഗൈഃ അതിൻ്റെ തൃതീയ ബഹുവചനം, പ്ലവംഗൻ, കുരങ്ങുകളാൽ. പിന്നെ ശാഖാവിഹംഗൈഃ, അതിൻ്റെ ശാഖ, അതിൻ്റെ ബ്രാഞ്ചസ്. ശാഖ എന്താണ്? വിഹംഗൈഃ. വിഹംഗ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. വിഹംഗൈഃ പക്ഷികളാൽ, അതിൻ്റെ തൃതീയ ബഹുവചനം. കുസുമാനി ഭൃംഗൈഃ. കുസുമാനി, കുസുമം, കുസുമേ, കുസുമാനി, കുസുമങ്ങൾ, പുഷ്പങ്ങൾ. ഭൃംഗൈഃ ഭൃംഗങ്ങളാൽ. ഭൃംഗം വണ്ട്. ഭൃംഗ എന്നുള്ളതിൻ്റെ തൃതീയ ബഹുവചനമാണ് ഭൃംഗൈഃ, വണ്ടുകളാൽ. ഇത്രയാണ് അതിൻ്റെ ആ ചന്ദനമരത്തിലുള്ളത്. എന്നിട്ടും ചന്ദനം ശീതളത്വം ന മുഞ്ചതി. ചന്ദനമരം ശീതളത്വം ന മുഞ്ചതി, ശീതളത്വം ഉപേക്ഷിക്കുന്നില്ല, ത്യജിക്കുന്നില്ല. സാധാരണ പിന്നെ ചന്ദനമരം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നല്ല മണമുള്ള, ശീതളത്വമുള്ളതാണ്, മണമുള്ളതാണ്. അപ്പം അത് നല്ല ഒരു ക്വാളിറ്റിയാണ് അല്ലേ? അത് സാധാരണ മറ്റുള്ള ഈ വന്ന കാര്യം, ഭുജംഗങ്ങൾ, പിന്നെ പാമ്പുകൾ, പ്ലവംഗങ്ങൾ, വിഹംഗങ്ങൾ, ഭൃംഗങ്ങൾ, ഇവയെല്ലാം ഒന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ്? വേര് ഭാഗത്തുള്ള മാളങ്ങളുണ്ട്, ഈ പാമ്പുകളുടെ മാളങ്ങളുണ്ട്. ആ മാളത്തിൽ നിറച്ച് പാമ്പുകളാണ്. അതാണ് മൂലം ഭുജംഗൈഃ, അടിഭാഗത്ത് ഭുജംഗങ്ങളാൽ. അപ്പോൾ അവർ വന്ന് ശല്യം ചെയ്യുമല്ലേ പാമ്പുകൾ, അടിയിൽ കിടന്നുകൊണ്ട്. അത് കഴിഞ്ഞ് ശിഖരം പ്ലവംഗൈഃ, ശിഖരം ഏറ്റവും മുകളിൽ പ്ലവംഗ, കുരങ്ങുകളാൽ. കുരങ്ങുകൾ എന്ത് ചെയ്യും? ഏത് സമയം മുകളിൽ കിടന്ന് ചാടി അങ്ങോട്ടും ചാടി ബഹളം കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശാഖാ വിഹംഗൈഃ, ശാഖ അതിൻ്റെ ബ്രാഞ്ചസ്. വിഹംഗങ്ങളാൽ, പക്ഷികളാലാണ്. പക്ഷികൾ കൂടൊക്കെ കൂട്ടി അവയെല്ലാം കൂടെ തലച്ചോണ്ടിരിക്കും അവിടെ അല്ലേ? അത് കഴിഞ്ഞിട്ട് കുസുമാനി ഭൃംഗൈഃ, എന്താ? പൂക്കളുണ്ട്. പൂക്കളിൽ ഭൃംഗങ്ങൾ. ഭൃംഗം എന്ന് പറഞ്ഞാൽ വണ്ടുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവയെല്ലാം എന്താ ചെയ്യുന്നത്? എപ്പോഴും ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഏത് സമയം വൃക്ഷത്തെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിഭാഗത്തും മുകൾ ഭാഗത്തും ബ്രാഞ്ചസിലും പൂക്കളിലും എല്ലാം. പൂക്കളിൽ ഒന്ന് തേൻ കുടിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഉപദ്രവങ്ങളും ചെയ്യുകയാണ്. എന്നിട്ടും ചന്ദനം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ശീതളത്വം ഉപേക്ഷിക്കുന്നില്ല. ചന്ദനത്തിൽ ശീതളത്വമാണ് ഉള്ളത്. സാധാരണ കൂടുമ്പോഴത്തേക്കും മറ്റുള്ളവരെല്ലാം അടുത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചിലർക്ക് അവരുടെ സ്വഭാവം കൂടി ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇവിടെ ചന്ദനമരത്തിന് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ശീതളത്വം എന്നിട്ടും അത് കളയുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ ആ സേവ്യതയെ ദുഷ്ടജനൈഃ സമസ്തൈഃ, ആ സേവ്യതയെ ചുറ്റും കൂടിയിരിക്കുന്നു. ഇവരെല്ലാം ചുറ്റും കൂടിയിരുന്നു ചന്ദനമരത്തിൻ്റെ. ഇവിടെ സജ്ജനങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ദുഷ്ടരുടെ കാര്യം. ദുഷ്ടജനൈഃ, ദുഷ്ടജനങ്ങളാൽ, സമസ്തൈഃ മുഴുവൻ ദുഷ്ടജനങ്ങളാൽ കൂടിയിരുന്നാൽ. ആരുമായിട്ട്? സജ്ജനങ്ങൾ. ദുഷ്ടജനങ്ങളാണ് സജ്ജനങ്ങളുടെ ചുറ്റും കൂടിയിരുന്നാൽ. സാധാരണ പറയില്ലേ കൂട്ടുകെട്ട് നന്നായിരിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകൂടുമ്പം എന്ത് ചെയ്യും? ഈ ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ ഇവർക്കും കിട്ടും. പക്ഷേ ഇവിടെ സജ്ജനങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ദുർജനങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും എങ്ങനെയാണോ ചന്ദനമരം ശീതളത്വം കാത്തു സൂക്ഷിച്ചത്,
അതുപോലെ സജ്ജനങ്ങൾ എന്തു ചെയ്യും? അവരുടെ ധാർമ്മികത ഒരിക്കലും കൈവടിയുന്നില്ല. ചുറ്റും ദുഷ്ടന്മാരുണ്ടെങ്കിലും ദുഷ്ടരുടെ സ്വഭാവം ഇവർ മാറ്റിയെടുക്കുന്നില്ല. ദുഷ്ടരുടെ സ്വഭാവം ഇവർ എടുക്കുന്നില്ല. പകരം അവരുടെ തന്നെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം എന്ത് ചെയ്യുന്നു? ത്യജിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല വ്യക്തികളുടെ ഗുണങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്നാണ് പറയുന്നത്. നല്ല വ്യക്തികൾ, സജ്ജനങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ശീലം ഇതൊന്നും കൂട്ടുകെട്ടുകൊണ്ട് നശിക്കുന്നില്ല എന്നാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം തന്നെ ഉണ്ട്. അതായത് എല്ലാത്തിൻ്റെയും നമുക്ക് എത്ര കൂട്ടുകെട്ടുണ്ടാണെങ്കിലും എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ, എല്ലാവർക്കും നല്ലതും തീത്തയും ഉണ്ടല്ലേ, ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം സ്വീകരിക്കുക, വേണ്ടാത്ത തിന്മ മാത്രം, നന്മ സ്വീകരിച്ചിട്ട് തിന്മ ത്യജിക്കുക. ഏതുപോലെ? ചന്ദനമരം പോലെ എന്നാണ് ഈ സുഭാഷിതം നമുക്ക് തരുന്ന വ്യംഗ്യാർത്ഥം കൂടി. അപ്പം അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥം കൂടി ഇതിനകത്തുണ്ട്. ചീത്തയെല്ലാം തള്ളിക്കളയുക, നല്ലത് മാത്രം സ്വീകരിക്കുക എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം ഈ സുഭാഷിതത്തിൽ കാണുന്നു. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.